നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുകയാണ്, കുറച്ച് പഴയ വേരിയൻ്റ് അല്ലെങ്കിൽ പഴയ മോഡൽ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 വർഷത്തോളം പഴക്കമുള്ളൊരു വാഹനമൊക്കെ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വാഹനം അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു വാഹനത്തിൽ ചെക്ക് ചെയ്തിരിക്കണം? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് @റൈറ്റ് തിങ്കർ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, 2002 മോഡൽ വണ്ടി വാങ്ങിയാൽ എന്തൊക്കെ ക്ലീൻ ചെയ്യണം, എന്തൊക്കെ ചേഞ്ച് ചെയ്യണം? ഐ മീൻ എൻജിൻ ഫ്ലഷിംഗ്, ഇഞ്ചക്ടർ ക്ലീനിങ്, ലൈക്ക് ദാറ്റ്. ഇതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടോ? വീഡിയോ ഇല്ല നിലവിൽ ഞാനിപ്പം ചെയ്യാം. ഏതായാലും ഈ ഒരു നല്ലൊരു ചോദ്യം തന്നെയാണ്. കാരണം പഴയ വാഹനം എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് സാമ്പത്തികം നോക്കി പഴയ വാഹനങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ച് പേര് പഴയ വാഹനങ്ങൾ റീസ്റ്റോർ ചെയ്തെടുത്ത് അധികം ഓടിക്കാനല്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് കാണിക്കാനൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഇതിൽ രണ്ടാമത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അങ്ങനെ നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വലിയ ഓട്ടോ ഒന്നും വരുന്നില്ലായിരിക്കും, അവർക്ക് സ്പെയർ ആയിട്ട് വേറൊരു വാഹനം വീട്ടിൽ കാണും. എന്നാൽ ഈ മേടിക്കുന്നൊരു വാഹനം ഇനി കുറേ നാളത്തേക്ക് യൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പഴയ വാഹനങ്ങൾ എടുക്കുന്ന ആൾക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് പഴയ മോഡൽ വാഹനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇന്നത്തെ കാലത്ത് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ചെയ്തെടുക്കാം എന്നല്ലാതെ അതൊരു ക്ലിയർ പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ പഴയ വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് വളരെ കൂടുതലായിരിക്കും വരുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ വാഹനങ്ങൾ എടുക്കുമ്പോൾ അതിന് ഓട്ടം കുറവുള്ള വാഹനമാണെങ്കിൽ നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓടാൻ തുടങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ഓരോ പാർട്സിനും കംപ്ലയിൻറ്റ് വരുന്നത്. ഇനി നല്ല ഓട്ടമുള്ള വാഹനം നമ്മുടെ കയ്യിൽ കിട്ടി നമുക്ക് ഓട്ടം കുറവാണെന്നുണ്ടെങ്കിലും ഈ വാഹനത്തിൻ്റെ ഓരോ പാർട്സുകളായിട്ട് കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ ചോദ്യത്തിലോട്ട് നമുക്ക് വരാം. ഒരു 2022 പെട്രോൾ വാഹനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏത് വാഹനമെന്ന് പറഞ്ഞിട്ടില്ല. പെട്രോൾ വാഹനമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കിട്ടിയ പാടെ തന്നെ എല്ലാ കാര്യങ്ങളും, എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യണം, കൂളൻ്റ് റീപ്ലേസ് ചെയ്യണം, ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യണം, പെട്രോളിൻ്റെ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം, എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം, സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ, അതായത് ഒരു ജസ്റ്റ് ജനറലായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറി വിട്ടോണം. അതിപ്പം ആസിറ്റീസ് ആ കസ്റ്റമർ തരുന്ന സമയത്ത് നമ്മളോട് പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം മാറിയെന്ന് പറഞ്ഞാലും നോക്കണ്ട. നമ്മുടെ കിട്ടിക്കഴിയുമ്പോൾ ആ വാഹനത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തോണം. എൻജിൻ ഓയിൽ മസ്റ്റാണ്. എത്ര പുതിയ ഓയിലാന്ന് പറഞ്ഞാലും നിങ്ങൾ നോക്കരുത്. ഓയിലും ഓയിലിൻ്റെ ഫിൽറ്ററും ഉറപ്പായിട്ടും റീപ്ലേസ് ചെയ്തോണം. പിന്നെ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. അതിനുശേഷം വാഹനം ഓടിച്ചു നോക്കിയതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടൊരു കംപ്ലയിൻറ്റ്, ബെയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്, സൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ ഇറക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനം എടുത്ത് ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഓരോ തവണ വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുക്കുന്നതിന് പകരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർത്തതിന് ശേഷമാണ് നമ്മൾ വാഹനം ഓടിക്കാൻ തുടങ്ങുന്നതെങ്കിൽ കുറേ നാളത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് ഞാൻ പറയുന്നത്, ഒരുപാട് പഴക്കമുള്ള വാഹനം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷം വരെയൊക്കെയുള്ള പഴക്കമുള്ള വാഹനങ്ങൾ എടുത്താലും പ്രശ്നങ്ങൾ വരത്തില്ല. പക്ഷേ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഡെയിലി യൂസിനുള്ളൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഷോക്കേസിലൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാനൊക്കെ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ ഞാൻ പറയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവർക്ക് ഓടിക്കാൻ വേറെ വാഹനം വീട്ടിൽ കാണും. ഈ ഒരു വാഹനം ജസ്റ്റ് ഒരു ഷോ കേസ് എന്നുള്ള രീതിയിൽ മാത്രമാണെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല.